മറ്റൊരു ലോക പരിസ്ഥിതി ദിനം കൂടി ആഗതമായിരിക്കുകയാണ്. ഭൂമിയെക്കുറിച്ചും അതിൽ ജീവസന്ധാരണവും നിലനിൽപ്പും സാധ്യമാക്കുന്ന ഘടകങ്ങളെക്കുറിച്ചും ആ ഘടകങ്ങളുടെ തകർച്ചയെക്കുറിച്ചും മുമ്പില്ലാത്ത വിധം സംസ്കാരസമ്പന്നരായ മനുഷ്യരാശി വേവലാതിപ്പെടുന്നതിനിടയിലാണ് വീണ്ടും ലോക പരിസ്ഥിതി ദിനം കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഭസ്മാസുരന് വരം ലഭിച്ചതുപോലെയാണ് വിശേഷബുദ്ധിക്ക് ഉടമയായ മനുഷ്യൻ പ്രകൃതിയോട് നാളിതുവരെ പെരുമാറിയത് എന്ന് പറയാം. പുരോഗതിയുടെ സൈറൻ വിളിയുമായി വന്ന വ്യവസായ വിപ്ലവം പുറത്തുവിട്ട മാലിന്യങ്ങൾ പ്രകൃതിക്കേൽപ്പിച്ച ക്ഷതങ്ങൾ ചില്ലറയല്ല. വാഹനങ്ങളും വ്യവസായശാലകളും അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന വിഷപ്പുകയും മാരകവിഷമായ കാർബൺ ഡൈ ഓക്സൈഡും കുടിച്ചുവറ്റിക്കാൻ ആവശ്യത്തിന് ഇവിടെ മരങ്ങളില്ല. ഭൂമിയുടെ പച്ചപ്പെട്ട് മനുഷ്യനെന്ന കേവല ജീവിയുടെ സുഖസൗഭാഗ്യങ്ങൾക്ക് വേണ്ടി മാത്രം നശിപ്പിക്കപ്പെടുകയാണ്. വനനശീകരണം കൂടി വരുമ്പോൾ ഭൂമി മുണ്ടിത ശിരസ്ക ആവുക മാത്രമല്ല ചെയ്യുന്നത്, മനുഷ്യനുൾപ്പെടെ കോടാനുകോടി ജീവികൾക്കും അവയുടെ വരും തലമുറകൾക്കും അവകാശപ്പെട്ട ഭൂമിയിൽ ഓക്സിജൻ നിറഞ്ഞ ശുദ്ധമായ അന്തരീക്ഷം ഇല്ലാതാവുകയാണ്. ഭൂമിയിൽ 1/4 ഭാഗം പച്ചപ്പ് ഇന്ന് ഇല്ലാതായിരിക്കുന്നു. അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളിൽ തുളവീണ് സൂര്യന്റെ മാരക ശക്തിയുള്ള അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് എത്തിത്തുടങ്ങി. ഇക്കുറി വേനലിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ക്രമാതീതമായി ചൂടുകൂടി. സൂര്യതാപമേറ്റ് നിരവധി പേർ ആശുപത്രിയിലായി. വരും വർഷങ്ങളിൽ ഇനിയും ചൂടുകൂടുമെന്ന് ശാസ്ത്രലോകം ഭയപ്പെടുന്നു. കോപ്പൻഹേഗ് ഉച്ചകോടിയിൽ ആഗോളതാപന ദുരന്തം ചർച്ച ചെയ്യാൻ ഇക്കുറി ഒത്തുകൂടിയ 90 രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യവും ഉണ്ടായിരുന്നു. അന്തരീക്ഷത്തോടും മരങ്ങളോടും മാത്രമല്ല, മണ്ണിനോടും പുഴയോടും അനാരോഗ്യകരമായ യുദ്ധത്തിലാണ് ഭ്രാന്തു പിടിച്ച മാനവിക സംസ്കാരം. കുന്നായ കുന്നൊക്കെ ഇടിച്ച്, വയലായ വയലൊക്കെ നികത്തി, തെളിനീരുറവുകളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറച്ച് നമ്മളാൽ കഴിയും വിധം നമ്മൾ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുകയാണ്. ഇതിൽ നിന്നും മോചനം വേണമെങ്കിൽ ജനത ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. പൊരിവെയിലിൽ കോൺക്രീറ്റ് കാടുകളിൽ വെന്തുരുകി പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ വാചാലരാകുന്നു. വയൽ നികത്തി, കുന്നിടിച്ച്, പുഴവറ്റി, നാട്ടിൻപുറത്തെളിമയും വറ്റി. പിന്നെ വരുന്ന വർഷകാലമോ? ഭൂമിയുടെ അസ്ഥിയായ കല്ലുകൾ തകർത്തു. ഭൂമിയുടെ സ്പോഞ്ച് പോലുള്ള കണ്ടൽക്കാടുകൾ നശിപ്പിച്ചു. മണ്ണ് മുഴുവൻ കോൺക്രീറ്റ് ചെയ്തു. പിന്നെ എവിടെ താഴണം ഈ മഴവെള്ളം? ഭൂമിയുടെ നിലവിളിക്കുന്ന വായ പൊത്തിപ്പിടിച്ചു നാം വ്യവസായ വിപ്ലവം നടത്തുമ്പോൾ മഴ പെയ്താൽ വെള്ളം താഴാൻ ഇടമില്ലാതെ ഭൂമിയിൽ പ്രളയമുണ്ടാവുന്നു. മുണ്ടിത ശിരസ്കയായി, ഭ്രഷ്ടയായി സൗരമണ്ഡല പെരുവഴിയിലൂടെ ഭാവിയിൽ അലഞ്ഞു നടക്കേണ്ടി വരുന്ന ഭൂമിയെക്കുറിച്ച് കവി വിലപിച്ചിട്ടുണ്ട്. വിദ്യാസമ്പന്നരും സംസ്കാരസമ്പന്നരുമായ മനുഷ്യന് ഇരുന്നു ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. പക്ഷേ നോക്കുമ്പോൾ അതാ, കുന്നുതട്ടി നിരത്തുന്ന യന്ത്രമേ, മണ്ണുമാന്തി എടുക്കുന്ന കൈകളിൽ പന്തുപോലൊന്നു കിട്ടിയാൽ നിർത്തണേ, ഒന്നു കൂകി വിളിച്ചറിയിക്കണേ, പണ്ടു ഞങ്ങൾ കുഴിച്ചിട്ടതാണെടോ പന്തുകായ്ക്കും മരമായി വളരുവാൻ. എത്ര അകലെയാണ്, അല്ലെങ്കിൽ അടുത്താണ് ആ ശ്യാമസുന്ദര ഭൂമി എന്ന് നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. പരിസ്ഥിതി നശീകരണത്തിനെതിരെ ജാഗ്രതയോടെ.